അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രീയം അങ്ങനെയുള്ള പറഞ്ഞ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് പറഞ്ഞൊരു സിനിമയാണ്, ആളുകൾക്ക് എത്തേണ്ട സിനിമയായിരുന്നു. ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ആകാശത്തിന് താഴെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചർച്ച ചെയ്തിട്ടുള്ളത്. 100% നമുക്ക് അങ്ങനെ പറയാം. അതിന് അത്യാവശ്യം നല്ല സ്റ്റഡി നടത്തിയിട്ട് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതെ, കാരണം സ്റ്റഡി നടത്തിയതിനപ്പുറത്ത് നമുക്ക് കൃത്യത ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ പറയില്ലേ, അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ അതിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ്. അത് പറഞ്ഞു വെച്ചേക്കുന്നതും അവസാനിക്കുന്ന ലിജീഷ് മുല്ലിയെടുത്ത കാഴ്ച അതാണ്. ഇതാണ് ശരിയെന്നല്ല, ഇനി ഞാൻ കണ്ട കാഴ്ചകളാണത്. അത് ഞാൻ ഉപദേശങ്ങളൊന്നും ആ സിനിമയിൽ കൊടുത്തിട്ടില്ല. സിനിമ കാരണം ഞാൻ ആരും ഉപദേശിക്കാറായിട്ടില്ല എന്നുള്ളൊരു സംഭവം. ചില സിനിമ നമ്മൾ ഉപദേശം കൊടുക്കാനായിട്ട് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ട കാഴ്ചകൾ, എനിക്ക് തോന്നിയ കാഴ്ചകളാണ്, എനിക്ക് തോന്നിയ എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ് ആ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്യപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അത് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ സിനിമ പറയുന്ന ഇടതുപക്ഷത്തിനെതിരാണെന്ന് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തീമായിരിക്കാം വളരെ വിഷയമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ അതങ്ങനെ. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞത് വളരെ വിഷയമല്ല ഞങ്ങളുടെ സിനിമ.